പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. 250 രൂപ നിരക്കിൽ രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റിയ ഡോർമെട്രി ബെഡ് സംവിധാനങ്ങളോട് കൂടിയ നീല നിറത്തിലുള്ള ബസ്സുകളാണ് മുന്നിൽ കാണുന്നത്. വേറെയും ബസ്സുകൾ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തായി നിരന്നു കിടപ്പുണ്ട്. കുറഞ്ഞ ചെലവിൽ മൂന്നാർ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഭീമമായ തുക ഹോട്ടലിൽ ചിലവഴിക്കാതെ KSRTCയുടെ ഇത്തരം നൈറ്റ് സ്റ്റേ ബസ്സുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് ഈ അടുത്ത് ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ സൈറ്റ് സീയിങ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുവാനാണ്. ആദ്യ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ബസ്സിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ രാവിലെ 9 മണി, 12:30, ഉച്ച കഴിഞ്ഞ് 4:30 എന്നിങ്ങനെ 3 സർവീസുകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ നടത്തപ്പെടുന്നത്. ഇതിൽ 12:30 ട്രിപ്പിലാണ് നമ്മൾ ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. KSRTCയുടെ ഓൺലൈൻ ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഡെക്കർ ബസ്സിലെ ടിക്കറ്റ് ഇപ്പോൾ ഓൺലൈനിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്രയ്ക്ക് വരുന്നതാവും കൂടുതൽ നല്ലത്, പ്രത്യേകിച്ച് ദൂരെ നിന്ന് വരുന്നവർ. സീറ്റ് നമ്പർ പറഞ്ഞ് അകത്തേക്ക് കയറി 38 സീറ്റ് കപ്പാസിറ്റിയുള്ള അപ്പർ ഡെക്കിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പർ ഡെക്കിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് 400 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഡബിൾ ഡെക്കർ ബസിന്റെ സൗകര്യങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളും ആസ്വദിക്കണമെങ്കിൽ അപ്പർ ഡെക്കിൽ തന്നെ യാത്ര ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. ആകാശം കാണാവുന്ന മേൽക്കൂരയും മികച്ച ഇരിപ്പിടങ്ങളുമൊക്കെയായി മനോഹരമാണ് മുകളിലത്തെ നില. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിലായി സീറ്റും തരപ്പെടുത്താനായി എന്നത് കാഴ്ചകൾ പകർത്താനും കണ്ടാസ്വദിക്കാനും കൂടുതൽ പ്രയോജനമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഡബിൾ ഡെക്കറിന്റെ മുകളിലെ നിലയിലിരിക്കുമ്പോൾ തിരക്കേറിയ നഗര കാഴ്ചയുടെ ദൃശ്യം ഇങ്ങനെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി 20-ാം തീയതിയാണ്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് ഇപ്പോൾ ഇവിടെ കുറവാണെങ്കിലും ബസ് ഓടിത്തുടങ്ങിയതോടെ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. 3 മണിക്കൂറോളം നീളുന്ന യാത്രയാണ് മൂന്നാറിലെ ഈ സൈറ്റ് സീയിങ് ഡബിൾ ഡെക്കർ ബസ് യാത്ര. ഇങ്ങനൊരു ക്രോസ് ബാർ ഫ്രണ്ട് ഗ്ലാസിനും മുൻ സീറ്റിനും ഇടയിലായി ഉറപ്പിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വഴി ഇവിടെ റോഡ് 2 വശത്തേക്കായി തിരികെയാണ്. ഇടതുവശത്തേക്ക് പോകുന്ന റോഡ് മൂന്നാർ ടൗണിലേക്ക് പോകുന്ന റോഡാണ്. വലത്തേക്ക് തിരിഞ്ഞ് NH85 നമുക്ക് പോകേണ്ടത്. മൂന്നാറിനെ കുറിച്ചും വട്ടവടയെക്കുറിച്ചും രാജമലയിലെ വരയാടിനെ കുറിച്ചുമുള്ള വീഡിയോകൾ ചാനലിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഈ വീഡിയോയ്ക്കൊപ്പം അതുകൂടി കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ ഗ്യാപ് റോഡിലൂടെയാണ്. ഇവിടെ നിന്നും പൂപ്പാറ ബോഡിമെട്ട് റൂട്ടിൽ ആനയിറങ്ങൽ ഡാം വരെയാണ് 3 മണിക്കൂർ കൊണ്ട് ഈ ബസ് സർവീസ് നടത്തി തിരിച്ചു വരുന്നത്. മൂന്നാർ സിഗ്നൽ പോയിന്റ്, ദേവികുളം ടോൾ പ്ലാസ, ഗ്യാപ് റോഡ് വ്യൂ, മലൈക്കല്ലൻ ഗുഹ, പെരിയ കനാൽ വാട്ടർഫാൾ, ആനയിറങ്ങൽ ഡാം, അങ്ങനെ നിരവധി കാഴ്ചകൾ ഈ യാത്രയുടെ മുഖ്യ ആകർഷണമാണ്. ഒപ്പം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ തനതായ ദൃശ്യഭംഗികളും. അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ദൂര കാഴ്ചകൾ വരെ വളരെ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ്, അതായത് 12:30-ക്കുള്ള ട്രിപ്പിന്റെ ചെറിയൊരു പ്രശ്നമായി തോന്നിയത് സൂര്യൻ തലയ്ക്കു മുകളിലാണെന്നതാണ്. കണ്ണാടി റൂഫ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നേരിട്ട് വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും മൂന്നാറിലെ തണുപ്പിൽ അതൊന്നും പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്നതാണ് സത്യം. മുകൾ നിലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എതിരെ വരുന്ന ബസ്സിന് പോലും വല്ലാത്ത വലിപ്പക്കുറവ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ആദ്യത്തെ വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി. അനുവദിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യൂ പോയിന്റുകളിലും വണ്ടി നിർത്തുമ്പോൾ യാത്രക്കാർക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനും ഫോട്ടോസും വീഡിയോസുമെല്ലാം പകർത്താനുള്ള അവസരം കൂടി ഈ യാത്രയിലുണ്ട്. ബസ്സിനുള്ളിലെ ഈ കണ്ണാടിക്കൂട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചകൾ അതിമനോഹരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ബസ്സിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാനും കാഴ്ചകൾ കാണാനുമായി എല്ലാവരും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതിൽ സഞ്ചരിക്കുന്നവർ മാത്രമല്ല, കടന്നു പോകുന്നിടത്തെല്ലാം ആരാധകരെ സൃഷ്ടിക്കാൻ ഈ ഡബിൾ ഡെക്കർ ബസ്സിന്
കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് യാത്രയിലുടനീളം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ താഴത്തെ നിലയിലെ സൗകര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. മുകൾ നിലയിൽ നിന്ന് പാടെ വ്യത്യസ്തമായി ഇവിടെ വെറും 12 സീറ്റ് മാത്രമാണ് ഉള്ളത്. മുകൾ നിലയിലേതുപോലെ വിശാലമായ മുൻകാഴ്ച ലഭ്യമല്ലാത്ത ഇടം കൂടിയാണ് താഴത്തെ നില. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വെറും 200 രൂപ മാത്രമാണ്. അതായത് മുകൾ നിലയിൽ 400ഉം താഴത്തെ നിലയിൽ 200ഉമാണ് ഇതിലെ ബസ് ചാർജ്. യാത്ര വീണ്ടും തുടരുകയാണ്. മുൻസീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളവുകൾ തിരിയുമ്പോൾ റോഡിന് പുറത്തുപോയി വീണ്ടും തിരിച്ചു കയറുന്നത് പോലെയുള്ള ഒരു ഫീലാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം മുൻ സീറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ത്രില്ല് നിങ്ങൾക്കും അനുഭവിക്കാവുന്നതാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ലാക്കാട് ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ മൂന്നാർ ബോഡിമെട്രോ റൂട്ടിലാണ് ടോൾ പ്ലാസ സ്ഥാപിച്ചിട്ടുള്ളത്. ആന്ധ്രയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഇവിടെ ടോൾ പിരിവ് നടത്തുന്നത്. മൂന്നാർ ബോഡിമെട്രോ റോഡിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല. സ്വർഗത്തിലേക്കുള്ള പാതയെന്നും സ്വർഗം കണ്ടുകൊണ്ടുള്ള യാത്രയെന്നുമൊക്കെ സഞ്ചാരികളും സന്ദർശകരും സാമൂഹിക മാധ്യമങ്ങളും ഒരേ വികാരത്തോടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാത മൂന്നാറിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. വിവരിക്കാൻ വാക്കുകൾ പോരാത്ത കാഴ്ചകളാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡും കയ്യെത്തും ദൂരത്തിലെന്ന് തോന്നിപ്പിക്കുന്ന മേഘങ്ങളും കുന്നിൻ ചെരുവുമെല്ലാം കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. മാട്ടുപ്പെട്ടിയും ഹിൽ സ്റ്റേഷനും ഇക്കോ പോയിന്റും മറയൂരും കാന്തല്ലൂരും വട്ടവടയും രാജമലയും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഓരോ മൂന്നാർ യാത്രയും പ്ലാൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള യാത്രയിൽ ഒഴിവാക്കാനാവാത്ത ഒരിടമായി മാറിയിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡും. ബസ് ഇതിനോടകം അടുത്ത വ്യൂ പോയിന്റിലെത്തി ആളെ ഇറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മഞ്ഞ് പെയ്യുന്ന മീശപ്പുലിമലയുടെ ഒരു വിദൂര കാഴ്ച ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ മറുവശത്തായിട്ടാണ് പ്രസിദ്ധമായ മലൈക്കള്ളൻ ഗുഹ. 1960കളിൽ തോട്ടം മാനേജർമാരായിരുന്ന സായിപ്പുമാരെയും മറ്റു പണക്കാരുടെയും പണം തട്ടിയെടുത്ത് അതിലൊരു പങ്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച തക്കയ്യൻ എന്ന പെരുങ്കള്ളൻ താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്ന ഇടമാണ് മലൈക്കള്ളൻ ഗുഹ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. കൂറ്റൻ പാറകൾക്ക് നടുവിലായി ഒരാൾക്ക് അകത്തേക്ക് നടന്നു കയറാൻ പാകത്തിനാണ് റോക്കേവ് അഥവാ മലൈക്കള്ളൻ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുഹയ്ക്കകത്ത് ഇരുവശത്തേക്കായി 2 വഴികൾ കാണാമെങ്കിലും അത് അടച്ചിരിക്കുകയാണ്. വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ അകത്തൊന്ന് ചുറ്റിത്തിരിഞ്ഞു കണ്ട് പുറത്തേക്കിറങ്ങി അടുത്ത ഊഴക്കാർക്ക് അവസരമൊരുക്കാം. അത്രയേ ഉള്ളൂ ഗുഹയ്ക്കുള്ളിലെ കാഴ്ച. പുറത്തിറങ്ങിയാൽ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, അത്യാവശ്യം വിശപ്പടക്കാൻ പാകത്തിന് നൂഡിൽസും ബ്രെഡ് ആംപ്ലേറ്റും ചായയും കാപ്പിയും മറ്റു പാനീയങ്ങളും പലഹാരങ്ങളും വിളമ്പുന്ന ഇത്തരം ലഘു ഭക്ഷണശാലകളും ഇവിടെയുണ്ട്. ഞാനിവിടെ ഒരു ചായ മാത്രമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുമ്പോൾ ദാ അങ്ങ് താഴെയായി ആനയിറങ്ങൽ ഡാമിന്റെ മനോഹരമായ കാഴ്ച കാണാം. ഡബിൾ ഡെക്കർ യാത്രയുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആനയിറങ്ങൽ ഡാമാണ്. കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനായി ആനകൾ കൂട്ടത്തോടെ വന്നിറങ്ങുന്ന ഒരിടം കൂടിയാണ് ആനയിറങ്ങൽ ഡാം. മിക്കവാറും സമയത്ത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാവാനിടയുള്ള ഇടമായതിനാൽ ഭാഗ്യം തുണയ്ക്കുന്ന പക്ഷം നമുക്കും ആനകളെ കാണാമെന്ന വിശ്വാസത്തിൽ യാത്ര തുടരുന്നതിനിടയിൽ അരിക്കൊമ്പനെ കുറിച്ചുള്ള കഥകളും മയക്കുപിടി വെച്ച് അരിക്കൊമ്പനെ പിടികൂടി കയറ്റിക്കൊണ്ടുപോയ സ്ഥലവും മറ്റും കടന്നുപോയി. 3 മണിക്കൂറിലേറെ നീളുന്ന യാത്രയുടെ അവസാന പോയിന്റിലേക്ക് അടുക്കുന്നതിനു മുൻപായി സഞ്ചാരപ്രേമികൾക്കായി മറ്റൊരു കിടിലൻ ഓഫർ കൂടി KSRTC ചെയ്തു തരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ്. മനോഹരമായ തേയിലക്കാടിന്റെ പശ്ചാത്തലത്തിൽ തേയിലച്ചെടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും
അവിടെ നിന്നും ഫോട്ടോസും വീഡിയോസുമൊക്കെ പകർത്താനുള്ള സൗകര്യം. ബസ് നിർത്തിയതോടെ മറ്റ് യാത്രക്കാരോടൊപ്പം പുറത്തെ കാഴ്ചകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളും ഇറങ്ങുകയാണ്. തനതായ പ്രകൃതി ഭംഗിയായി എത്ര കണ്ട് നമ്മൾ ഓരോരുത്തരും പ്രണയിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ കൺമുന്നിൽ നടക്കുന്ന ഓരോ ഫോട്ടോ സെഷനുകളും. വെട്ടി ഒതുക്കി നിർത്തിയ തേയിലച്ചെടികൾക്ക് മാത്രമല്ല, ഇടയ്ക്ക് നിൽക്കുന്ന മരങ്ങൾക്കുമുണ്ട് ഇവിടെ വല്ലാത്തൊരു ഭംഗിയും ഒപ്പം അതിലേറെ ആകർഷണവും. എന്തായാലും കാഴ്ചകൾ ഇത്രയേറെ മനോഹരമാക്കി തന്നതുകൊണ്ട് തന്നെ കാരണക്കാരായവരെ അഭിനന്ദിക്കാതിരിക്കാനും ആവില്ലല്ലോ. എന്നാ പിന്നെ ഇങ്ങനെ കൂടി അങ്ങ് പാർത്തിയേക്കാമെന്ന് വെച്ച് വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മുന്നിൽ പ്രതീക്ഷിച്ചിരുന്ന 2 പേരെ കൂടി കിട്ടി. അമിത പ്രതീക്ഷകൾ ഒന്നുമില്ലാതെയായിരുന്നു ഇങ്ങനെയൊരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും തീർച്ചയായും ഇതൊരു ആവേശയാത്രയായിരുന്നു എന്ന് വേണം പറയാൻ. മൂന്നാറിലെ പ്രകൃതി ഭംഗി ഇതിലും കുറഞ്ഞ ചെലവിൽ ഇത്രയേറെ മികച്ച സഞ്ചാര സൗകര്യങ്ങളാൽ ആസ്വദിക്കാൻ വേറെ വഴികളുണ്ടെന്ന് തോന്നുന്നില്ല. യാത്രാ വിവരണത്തിനും കാഴ്ചകളുടെ പകർത്തലിനും അപ്പുറമാണ് നേരിട്ട് കാണുമ്പോഴത്തെ ഇവിടുത്തെ ദൃശ്യഭംഗി. അതിന്റെ യഥാർത്ഥ സുഖം ഒരിക്കലെങ്കിലും കണ്ടാസ്വദിക്കുക തന്നെ വേണം. എന്തായാലും ആനകളെ കൂടി കാണാൻ കഴിയുമെന്ന അതിമോഹത്തോടെ ആനയിറങ്ങൽ ഡാമിനടുത്ത് എത്തിപ്പെട്ടെങ്കിലും ആ കാര്യത്തിൽ മാത്രം ആനകൾ കനിഞ്ഞില്ലെന്ന് വേണം പറയാൻ. ഡാമിനടുത്തേക്ക് നോക്കി കുറെ നേരം കാത്തു നിന്നെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിൽ ആൾക്കാരെ ഇറക്കി ഡബിൾ ഡെക്കർ ബസ് തിരിക്കാനായി ഇടം തേടി മുന്നോട്ട് പോയി. മൂന്നാർ ഡബിൾ ഡെക്കർ ബസ്സിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി, നല്ല നമസ്കാരം.